ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യൂട്യൂബിന്റെ 3 ടിപ്സുകളാണ് പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ മറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമോ മറ്റേ ഏതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂട്യൂബ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാനും യൂട്യൂബിൽ സോങ്ങുകൾ കേൾക്കാനും വീഡിയോകൾ കാണാനും ഒക്കെ സഹായിക്കുന്ന ഒരു കിടിലൻ ട്രിക്ക്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലോ ക്വാളിറ്റിയിൽ കാണാനായിട്ട് സഹായിക്കുന്ന ഒരു കിടിലൻ ട്രിക്ക്. നമുക്കിപ്പോൾ ഒരുപാട് വീഡിയോകളൊക്കെ HD ക്വാളിറ്റിയിലും 4K ക്വാളിറ്റിയിലും ഒക്കെയാണ് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1-2 GB ഒക്കെ ഉള്ളെങ്കിൽ നമ്മുടെ ആ ഒരു ഇന്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ലോ ക്വാളിറ്റിയിൽ എങ്ങനെ നമുക്ക് വീഡിയോ കാണാം, സോങ് കേൾക്കാമോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു സിനിമ കണ്ടാലും ഏത് ലാംഗ്വേജിലുള്ള സിനിമകളാണ് അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോകളാണ് കാണുന്നതെങ്കിലും അതിന് നമുക്കൊരു മലയാളത്തിലുള്ള ക്യാപ്ഷൻസ് നമുക്ക് താഴെ എഴുതി കാണിക്കുന്ന ഒരു ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യാം. ഈ 3 ഓപ്ഷൻസ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കളെ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ പോകാം. അതിനായിട്ട് ഞാനിവിടെ ജസ്റ്റ് എൻ്റെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിവിടെ എൻ്റെ തന്നെ ഒരു വീഡിയോ ആണ് ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് കോപ്പറേറ്റ് കിട്ടാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ തന്നെ ഒരു വീഡിയോ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ചാനലിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. വീഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സ്ക്രീനിൽ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് സ്ക്രീനിൻ്റെ ഏതൊരു ഏരിയയിലും കൊണ്ടുവച്ച് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാലും എന്ത് കാര്യങ്ങൾ ചെയ്താലും ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തു. യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ കാണുന്ന സെറ്റിംഗ്സ് ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ബാക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇവിടെ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്: ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോ, അതുപോലെ തന്നെ പിക്ചർ ഇൻ പിക്ചർ. നിങ്ങൾക്ക് ഈ 2 ഓപ്ഷനും എനേബിൾ ചെയ്ത് വെച്ചാലാണ് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ അവിടെ കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത് പ്ലേ ബാക്ക് ആകത്തില്ല. അതിനുവേണ്ടിയാണ് ഓട്ടോ പ്ലേ ബാക്കും കൂടെ ഓൺ ചെയ്ത് ഈ 2 ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ഏതൊരു ലൊക്കേഷനിൽ വെച്ചിട്ട് ഏതൊരു ആപ്ലിക്കേഷനും മറ്റൊരു വെബ്സൈറ്റോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് സാധിക്കും. അത് ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വീഡിയോയിൽ നമുക്ക് ക്യാപ്ഷൻസ് അടിയിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാംഗ്വേജിലുള്ള സിനിമകളൊക്കെ കാണുന്ന സമയത്ത് താഴെ നമുക്ക് മലയാളത്തിൽ ആ ഒരു ക്യാപ്ഷൻ എഴുതി കാണിക്കും. അതിനായിട്ട് നിങ്ങളുടെ യൂട്യൂബ് തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ എടുത്ത സെറ്റിംഗ്സിനകത്ത് തന്നെ ഇവിടെ ക്യാപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് ഡിസേബിൾ ആണെങ്കിൽ ഇതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ക്യാപ്ഷൻസ് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് നിങ്ങൾ ഇതിനകത്ത് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ലാംഗ്വേജുകൾ കിട്ടും. അതിനകത്ത് നമ്മുടെ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം നിങ്ങളിവിടെ സെറ്റ് ചെയ്യുക. ഞാനിവിടെ മലയാളം ഓക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ക്യാപ്ഷൻ ഇത് സ്റ്റൈലുകളൊക്കെ ചേഞ്ച് ചെയ്യാം, ഫോണ്ട് ചേഞ്ച് ചെയ്യാം, ഫോണ്ടിന്റെ സ്റ്റൈലുകൾ ചേഞ്ച് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളറുകളൊക്കെ എഫക്റ്റുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന വീഡിയോകളിൽ ക്യാപ്ഷൻസ് എഴുതി ഇങ്ങനെ കാണിക്കും. നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ നമുക്ക് എന്താണോ ആളുകൾ സംസാരിക്കുന്നത്, ഇപ്പം ഞാനൊരു ഇംഗ്ലീഷിലുള്ള ഒരു വീഡിയോ ഇവിടെ സെർച്ച് ചെയ്യുകയാണ്. ഇംഗ്ലീഷിൽ നമ്മുടെ തന്നെ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമുക്കിത് കോപ്പറേറ്റ് കിട്ടുമല്ലോ. നമ്മുടെ തന്നെ ഒരു വീഡിയോ ഇതുപോലെ എടുത്ത് നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ഇവിടെ ക്യാപ്ഷൻസ് ഇവിടെ എഴുതി കാണിക്കും. എന്താണോ പറയുന്നത്, ഞാനിപ്പോൾ ഇംഗ്ലീഷിലുള്ള വീഡിയോ എടുത്താലാണ് അത് കിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കും. ഇംഗ്ലീഷോ മറ്റേത് ലാംഗ്വേജും കിട്ടും കേട്ടോ. ഓക്കെ, ഒരു ഇംഗ്ലീഷ് മൂവി ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയുള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ താഴെയായിട്ട് നമുക്കിതിൻ്റെ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഈ CC എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. CC എന്ന് നമ്മളിവിടെ കാണുമ്പോൾ തന്നെ ഇതുണ്ട്, താഴെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്ന് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക. അതിനായിട്ട് നമ്മൾ ഈ CC ജസ്റ്റ് നമുക്ക് ഡിസേബിളും ചെയ്യാം, ഇവിടെ നമുക്ക് എനേബിളും ചെയ്യാം. CC എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാപ്ഷൻസ് നമുക്കിവിടെ താഴെ എഴുതി കാണിക്കും. നിങ്ങൾക്ക് ഈ മൂവികളൊക്കെ ബെറ്റർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് നോക്കുന്നത് യൂട്യൂബിന്റെ സെറ്റിംഗ്സിൽ തന്നെയാണ്. നമുക്ക് ഡേറ്റ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് യൂട്യൂബിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡാറ്റ സേവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓട്ടോ റെക്കമെൻഡിലായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റിയിലായിരിക്കും കിടക്കുന്നത്. ഓട്ടോ റെക്കമെൻഡിലാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഇപ്പോൾ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യുവാണ്, ഈ പിക്ചർ നിങ്ങൾ HD ക്വാളിറ്റി കണ്ടാൽ മതി, അല്ലെങ്കിൽ 4K ക്വാളിറ്റി കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റിയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈ ക്വാളിറ്റിയിലുള്ള വീഡിയോകളായിരിക്കും പ്ലേ ആകുന്നത്.
അതായത് നമുക്ക് ഏത് ക്വാളിറ്റിയിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതേ ക്വാളിറ്റിയിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഡേറ്റകൾ ഉള്ളവരൊക്കെ വിഷയമില്ല, ഡേറ്റയൊന്നും ഇല്ലാതെ മൊബൈൽ ഡാറ്റയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് 1 GB 2 GB ഒക്കെ ഉള്ളവർക്ക് ഈ ഡാറ്റ സേവർ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയിൽ ഇപ്പോൾ ഒരു സോങ് നമ്മൾ ചെവിയിൽ വെച്ച് കേൾക്കുവാണെങ്കിൽ പ്ലേ ബാക്ക് ചെയ്തിട്ട് പ്ലേ ബാക്കിൽ ഇട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നില്ല, ഓഡിയോ മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഡേറ്റ വളരെ കുറഞ്ഞത് 120 ഹെഡ്സിലൊക്കെയുള്ള വീഡിയോകൾ നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് 4K വെച്ച് ക്വാളിറ്റിയിലൊക്കെ ഹൈ ക്വാളിറ്റിയിലുള്ള വീഡിയോകളൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇന്റർനെറ്റ് പെട്ടെന്ന് തീരാനായിട്ട് ചാൻസ് കൂടുതലുണ്ട്. ഇത് നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ സേവർ കൂടാതെ നിങ്ങൾക്ക് താഴെ ഡാറ്റ സേവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഡാറ്റ സേവർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോ പിക്ചർ ക്വാളിറ്റി നിങ്ങൾക്ക് ആക്കാം. അതുപോലെ നിങ്ങൾക്ക് ഓഡിയോ നിങ്ങൾക്ക് ലോയിലേക്കും ഹൈയിലോട്ടും മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഡാറ്റ സേവിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എനേബിൾ ചെയ്തിടുക. ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോകൾ കിടിലനായിട്ട് പ്ലേ ചെയ്ത് കാണാനായിട്ട് കുറഞ്ഞ MB കുറഞ്ഞ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ കാണേണ്ട സമയത്ത് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക. മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ ബൈ. സീ യു.